അനാവശ്യമായ ചിന്ത കൊണ്ടോ അനാവശ്യമായ കാഴ്ച കൊണ്ടോ ഒരാൾക്ക് സ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമാണോ? അതല്ല ആ ഭാഗം മാത്രം കഴുകി വുളു ചെയ്ത് നിസ്കരിച്ചാൽ പറ്റുമോ എന്നാ ചോദിച്ചത്. ആ ചോദ്യം കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. ഒന്ന്, അനാവശ്യമായ ചിന്തകൾ വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയിട്ട് ആ ചിന്തയെ മാറ്റിക്കളയാം. ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് ഇബ്ലീസ് വരില്ല. എന്നിട്ട് വരുന്നുണ്ടോ ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി ഒരു ഇബ്ലീസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ആയത്തുൽ കുർസി ഓതിയാൽ അത് നല്ല നിയ്യത്തോടുകൂടെ ചെയ്യുക. പടച്ചോൻ നമ്മുടെ ചിന്തകളെ മനസ്സിനെ അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. അനാവശ്യമായ കാഴ്ച കൊണ്ടോ ഒരു ഗ്ലിംസ്, ഒറ്റ നോട്ടത്തിൽ അങ്ങനെയൊക്കെ ഒരു സ്ഖലനം സംഭവിക്കുമോ? ഒരു മനുഷ്യൻ അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ മസല പറയാം. പക്ഷെ നോട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റന്റ് ആയി, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം, ഒരു ഹറാമായൊരു വിഷയം ആലോചിച്ച് ഇരിക്കുകയാണ്. ആ ചിന്തയും ആ നോട്ടവും ആ സമയവും അത്രയും ഹറാമിലാണ് നടക്കുന്നത്. ഇനി അവിടെ സ്ഖലനം സംഭവിച്ചു, കുളി നിർബന്ധമാണ്. അൽമാഉ മിനൽ മാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമാണ്. അത് ഉറക്കത്തിൽ സംഭവിച്ചാലും കുളി നിർബന്ധമാണ്. ഉറക്കത്തിൽ ഒരാളങ്ങനെ സ്വപ്നം കണ്ടു, അങ്ങനെ തന്റെ ഭാര്യയെ സ്വപ്നം കണ്ടു, പക്ഷേ എന്തൊക്കെയോ അങ്ങനെ സ്ഖലനം ഉണ്ടായി എന്നൊക്കെ തോന്നി, പക്ഷെ ഉണർന്നു നോക്കുമ്പോ അതൊന്നും അടയാളങ്ങളൊന്നും കാണാനില്ല. എന്നാൽ കുഴപ്പമില്ല, എന്ന സ്ഖലനം സംഭവിക്കാത്തത് കൊണ്ട് ഉറക്കത്തിൽ സംഭവിച്ചാൽ പോലും കുളി നിർബന്ധമാണ്. ഉണർച്ചയിൽ സംഭവിച്ചാലും കുളി നിർബന്ധം തന്നെയാണ്. സ്ഖലിച്ചാൽ മാത്രമല്ല കുളി നിർബന്ധമാണ്. ഭാര്യയും ഭർത്താവുമുള്ള ജീവിതത്തിൽ അവരുടെ ശാരീരികമായ ആ ബന്ധപ്പെടലിൽ ഹസ്ഫ എന്ന് പറയുന്ന പുരുഷന്റെ ലിംഗഭാഗത്തിന്റെ അഗ്രം അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കലോട് കൂടെ തന്നെ കുളി നിർബന്ധമായി. അവിടെ സ്ഖലനം നടക്കണം പോലും നിർബന്ധമില്ല. ഇദാ ജാവസൽ ഖിതാനു അൽ ഖിതാന വജബൽ ഗുസ്ലു എന്നാണ് ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ചലാക്രമം ചെയ്യപ്പെടുന്ന സ്ഥലവും വിട്ടു കടന്നാൽ സ്ത്രീയിൽ പുരുഷന്റേത് പ്രവേശിച്ചാൽ അതോടുകൂടെ തന്നെ കുളി നിർബന്ധമായി. മനസ്സിലായില്ലേ? പിന്നെ ഇത് പറഞ്ഞപ്പോ ഒരു മഹാനായ അല്ലാമ അബ്ദുല്ലാഹി ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ ഏറ്റവും വലിയ റഈസ് എന്നറിയപ്പെടുന്ന വലിയ മഹാനായിരുന്നു. അവരുടെ ഒരു വാക്കുണ്ട്, ലാ യഹ്തലിമു വരിഉൻ ഇല്ലാ അലാ അഹ്ലിഹി. ഉറക്കത്തില് എന്തെങ്കിലും സ്വപ്നം കാണുക, ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്വപ്നം കാണുക, അത് മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാവൂല. ലാ യഹ്തലിമു വരിഉൻ, അള്ളാഹുവിനെ പറ്റി സൂക്ഷ്മതയുള്ള ഒരാൾക്കും ഇഹ്തിലാം, സ്വപ്നസ്ഖലനം സംഭവിക്കില്ല, ഇല്ലാ അലാ അഹ്ലിഹി, സ്വന്തം ഭാര്യയെ ഓർത്തുകൊണ്ടല്ലാതെ ഒരു മുഅ്മിനായ മുത്തഖിയായ മനുഷ്യന് സ്വപ്നസ്ഖലനം പോലും ഉണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഓർത്തിട്ട്, തനുമായി വിവാഹബന്ധമില്ലാത്ത ഒരു പെണ്ണിനെ, അല്ലെങ്കിൽ ഹറാമായ രീതിയിൽ തന്റെ ഭാര്യയല്ലാത്ത ഒരാളെ പറ്റി ചിന്തിച്ചുകൊണ്ടും മുഅ്മിനായ മുത്തഖിയായ മനുഷ്യന് വരില്ല. അങ്ങനെയൊക്കെ വല്ല ആളുകളെയും ഒക്കെ ഓർത്തുകൊണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈമാനിന്റെ വിഷയത്തിൽ ഒന്ന് ശരിക്കൊരു അഴിച്ചുപണി ആവശ്യമാണ് എന്നുകൂടെ എന്റെ കൂടെ ചേർത്ത് വായിക്കാൻ പറയാൻ. അല്ലാഹു തആല നമ്മയൊക്കെ അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പലിശ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന്. അത് എന്നെ സംബന്ധിച്ച് ഉലമാ അതിനെ എങ്ങനെയാണ്, പലിശ ഉണ്ട്, നമുക്കത് വേണ്ട അല്ലെ? ഒരു കാര്യം മനസ്സിലാക്കണം, ഉലമാ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് മുസ്ലിമീങ്ങളല്ലാത്ത, ഇസ്ലാം അല്ലാത്ത ഒരു രാജ്യം, നമ്മുടെ നാടൊക്കെ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് അല്ലെ? ഇസ്ലാമിക ബാങ്കുകളുള്ള ഒരു രാജ്യമാണ്. അവിടെ ഇസ്ലാമിക ബാങ്കുകളുമായിട്ടേ നമുക്ക് ഇടപാടുകൾ പാടുള്ളൂ എന്നാണ് ഉലമാ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ഇസ്ലാമിക് ബാങ്കുകൾ അവരെങ്ങനെയാ പ്രവർത്തിക്കുന്നത്, അതിന്റെ ഉള്ളുകൾ എന്ന് അതൊന്നും ചികഞ്ഞു നോക്കൽ നിന്റെ ബാധ്യതയല്ല. ലാ തസ്അലു അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസ്ഉകും, വിശുദ്ധ ഖുർആൻ. ആവശ്യമില്ലാത്ത കുറെ ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹുവിന്റെ നിയമം നിങ്ങൾക്ക് മേൽ കടുത്തതായി പോകും. ഇസ്ലാമിക് ബാങ്കുകൾ ഇവിടെ ഹലാലാണ്. പക്ഷെ ഒരാൾക്ക് തോന്നാണ്, അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത് അങ്ങനെയൊന്നല്ല നടക്കുന്നത്. ഹലാലും ഹറാമും മനസ്സിലാക്കലും ഒരു കാര്യമുണ്ട്. ചില ആൾക്കാർ പറയും ഇസ്ലാമിക് ബാങ്കിലും 2.5% അല്ലെങ്കിൽ 3.7% കൊടുക്കുന്നുണ്ടല്ലോ, പലിശ ബാങ്കിലും അങ്ങനെ ഉണ്ടല്ലോ. ശരിയാ, ഈ ഏറെ കൊടുക്കുന്നത് എല്ലാം എന്തല്ല പലിശ. ഇസ്ലാമിക് ബാങ്കുകൾ ചെയ്യ മുറാബഹ എന്നാണ്. 50,000 സാധനം നിങ്ങൾക്ക് 60,000 ഞാൻ വിറ്റു, ആ 10,000 നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് തരണം. അത് പെർസെന്റേജ് നോക്കിയാൽ 7 ഉണ്ടായിരിക്കാം, അതല്ല വിഷയം. നേരെ മറിച്ച് പലിശയാണ്. പലിശ ബാങ്ക് ആവശ്യപ്പെടുന്നത് പലിശയായിട്ടാണ്, അതുകൊണ്ടത് ഹറാമാണ്. ഇസ്ലാമിക് ബാങ്കുകൾ ആവശ്യപ്പെടുന്നു, അവർ ചാർജ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പലിശയല്ല, ലാഭം മുറാബഹ എന്നാണ് പറയാം.
അത്രയേ ഉള്ളൂ. നിങ്ങൾ 100 രൂപ എനിക്ക് തന്നു, ഞാൻ തിരിച്ചുവരുമ്പോൾ നിങ്ങൾക്ക് 110 തന്നു, അത് പലിശയായോ? ഇല്ല. പക്ഷെ നിങ്ങൾ ഷർത്ത് വെച്ചു, 100 ഞാൻ തരാം, തിരിച്ചെല്ലുമ്പോൾ നിങ്ങൾ 110 തരണം, അത് പലിശയാണ്. ഏറെ കൊടുക്കുന്നത് എന്തല്ല. ചില ആൾക്കാർ അങ്ങനെ പറയും, ഇസ്ലാമിക് ബാങ്കിൽ ഉണ്ടല്ലോ അവിടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, ശരിയാണ്. ചിലപ്പോ പെർസെന്റേജ് കുറച്ച് കൂടുതലും ആയിരിക്കും. ഹലാലാണ്, കുറച്ച് തോനെ പൈസ കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തേക്കണം, എന്നാലും അതാണ് ഹലാൽ. അപ്പൊ ഇസ്ലാമിക് ബാങ്കുകൾ ഇല്ലാത്ത രാജ്യത്ത് കറന്റ് അക്കൗണ്ടുകൾ എടുക്കാൻ പറ്റുമോ? കറന്റ് അക്കൗണ്ട് എടുക്കാൻ പറ്റൂ. കറന്റ് അക്കൗണ്ടുകൾ പലിശ വരൂല. സേവിംഗ് അക്കൗണ്ട് നമ്മൾ ബാങ്കിലൊക്കെ ചെന്ന പോലെ ആദ്യം സേവിംഗ് അക്കൗണ്ട് തരിക. കാരണം അത് അവർക്ക് അതിലാണ് ലാഭമുള്ളത്. അവരുടെ ബാങ്കിന്റെ ഡോക്യുമെന്റുകൾക്കൊക്കെ അവർക്കൊക്കെ ഒരു കനം കിട്ടാനൊക്കെ സേവിംഗ് ആണ്. പക്ഷേ അത് പലിശ വരും. അങ്ങനെ പലിശ വന്നാൽ ഇനി എന്ത് ചെയ്യും? അത് പറയുന്നത് പൊതുവായ വിഷയങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്വന്തം വീട്ടിലെ കുട്ടികൾക്ക് ഇറച്ചി വാങ്ങി കൊടുക്കാൻ പറ്റൂല. പലിശയുടെ സ്വത്ത് ഒരാൾക്ക് കടം പോലും കൊടുക്കാൻ പറ്റൂല. എന്തേ? കടം കൊടുക്കണമെങ്കിൽ നിന്റെ ഉടമസ്ഥയിൽ വരണം. ഹറാമിന്റെ മുതൽ നിനക്ക് ഉടമസ്ഥത പോലുമില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. പലിശ ഹറാമാണ്. ഹറാമ് നിന്റെ ഉടമസ്ഥതയിൽ പോലുമല്ല. പലിശ നിനക്ക് 5 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക, അത് നിന്റെ ഉടമസ്ഥയിലല്ല. സ്വതക്ക പോലും ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് കടം കൊടുക്കാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? പൊതുവായ ഒരു റോഡ് പണി നടക്കുന്നുണ്ട്, നീ കൊടുത്തോ. പൊതുവായ ഒരു കിണറിന്റെ പണി നടക്കുന്നുണ്ട്, കൊടുത്തോ. ഒരു പൊതുവായ ഒരു ടോയ്ലറ്റിന്റെ വിഷയം നടക്കുന്നുണ്ട്, കൊടുത്തേക്കണം. അങ്ങനെ പൊതുവായ മസാലിഹുൽ മുസ്ലിം, പൊതുവായ വിഷയങ്ങളിൽ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിഷയങ്ങളിൽ നീ ചെലവഴിച്ചോ. പക്ഷേ തിന്നാനും കുടിക്കാനും എന്ത് എടുക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് വിഷയത്തിൽ തഖല്ലുസ് ചെയ്യേണ്ടത് എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഹലാൽ കൊണ്ട് അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. ഖുർആനിൽ തന്റെ അധീനതയിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ ഉപയോഗിക്കുക എന്ന് കണ്ടു. അത് നിക്കാഹ് കഴിക്കാതെയും മഹർ നൽകാതെയും ആണോ? എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? അൽഹംദുലില്ലാഹ്, ചോദിച്ചു നന്നായി. ആൾക്കാർ ഇങ്ങനെ പരിഭാഷ വായിച്ചിട്ട് വേലക്കാരായിട്ടൊക്കെ, സുബ്ഹാനല്ലാഹ്, മാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ കയ്യിൽ പിടിക്കാൻ കിട്ടുന്നവരൊക്കെ പിടിച്ചോളി, പിടിക്കാൻ കിട്ടാത്തവരോട് അടിമായി പോന്നോളി, പിടിക്കാൻ കിട്ടുന്നവരൊക്കെ പറ്റും എന്നൊക്കെ. ഇതാണ് ഖുർആൻ. ഇത് ചോദിച്ച വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ ചോദിക്കണം. കാരണം ഖുർആൻ അങ്ങനെ ഓദ്യത്തെ നമ്മളെ കൊണ്ട് മനസ്സിലാക്കാനല്ല. വസ്അലു അഹ്ല ദിക്രി, അറിവുള്ളവരോട് നമ്മൾ ചോദിക്കണം എന്നാണ്. എനിക്ക് വിവരമില്ല, പക്ഷേ വിവരമുള്ള ആളുകൾ പറയുന്നതാണ് ഞാൻ ഉദ്ധരിച്ചു തരുന്നത്. ഇവിടെ പറഞ്ഞ അധീനതയിലുള്ള അടിമസ്ത്രീ എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ അടിമസ്ത്രീ ഭാര്യയെപ്പോലെ അനുവദിക്കപ്പെടുന്നവളാണ്. അവർക്ക് നിക്കാഹിന്റെ ആവശ്യമില്ല, മഹർ കൊടുക്കേണ്ട ആവശ്യമില്ല. അടിമസ്ത്രീകളുണ്ടോ? ഒരു യജമാനന് വേണമെങ്കിൽ അവരുമായി മുസ്ലിമത്താണോ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. ഒരു കുട്ടി എങ്ങാനും ജനിച്ചാൽ ആ കുട്ടി ജനിക്കുന്നതോടുകൂടെ ഈ പെണ്ണ് സ്വതന്ത്രയാവുകയും ചെയ്യും. പിന്നെ ഉമ്മ വല്ലതെന്ന് പറയാം, പിന്നെ അടിമയല്ല. അപ്പൊ ചില അടിമ സ്ത്രീകളൊക്കെ അതിനെന്നെ എന്റെ സയ്യിദ് എന്നുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ഉണ്ടായ പടച്ചോനെ ഞാൻ സ്വതന്ത്രയാകുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവര് ആ വിഷയത്തെ സമീപിക്കാറുണ്ടായിരുന്നു. ഇന്ന് അടിമ സമ്പ്രദായം ഇല്ല. അടിമകൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ മുഖാമുഖം യുദ്ധം നടക്കുമ്പോൾ പിന്തിരിഞ്ഞോടുന്ന, അവിടെ പരാജയപ്പെടുന്ന ശത്രു സൈന്യത്തിലെ ആളുകളെയാണ് ക്യാപ്റ്റീവ്സ്, വോർ ക്യാപ്റ്റീവ്സ്, യുദ്ധത്തിലെ തടവുകാരായിട്ട് പിടിച്ചു. അവരാണ് അടിമകളായിട്ട് മാറുന്നത്. അങ്ങനെ അടിമ സമ്പ്രദായം ഇന്നില്ല. അബ്രഹാം ലിങ്കന്റെ ഒക്കെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർത്തലാക്കിയ വിഷയമാണ്. അതുകൊണ്ട് അടിമകളല്ല വേലക്കാരും വേലക്കാരികളും സെർവൻസും മേടുകളൊന്നും എന്തല്ല ഈ പറഞ്ഞതിൽ പെടൂല. അത് നിലവിലില്ല ഇപ്പോ, അങ്ങനെയാണ്. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന വിഷയമാണ്. അതുകൊണ്ട് ഖുർആൻ ആ വിഷയത്തിൽ നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم يستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ ഈ സദസ്സിലേക്ക് ഞങ്ങളുടെ ഖൽബിലേക്ക് നോക്കി നിൽക്കുന്ന അല്ലാഹുവേ, അല്ലാഹു ഞങ്ങൾ നീ നിന്റെ ഇഷ്ടപ്പെട്ട ഇബാദത്തുകളിൽ ചേർക്കണേ തമ്പുരാനെ.